ഇവിടുന്ന് മധുരയിലോട്ട് 160 കിലോമീറ്റർ ആണ് ഉള്ളത്. എന്തോ നമ്പറെല്ലാം എഴുതുന്നുണ്ട്. ഒരുപാട് അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ദുൽഖറിന്റെ ഫോട്ടോ എല്ലാം വെച്ചേക്കുന്നുണ്ട്. 108 രൂപയായി ഇതിന്. അങ്ങനെ പണിതതാണ് ഈ പള്ളി. മട്ടൻ സൂപ്പ് മേടിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ 50 സ്ഥലങ്ങളിൽ 3-ാമത്തെ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പേൾ സിറ്റി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ടൂട്ടുകോറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പ്രധാനമായും ഉപ്പ് വ്യാപാരവും മത്സ്യവ്യാപാരവുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കയറ്റുമതി, ഇറക്കുമതി തുടങ്ങിയ ലോജിസ്റ്റിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതിനാൽ വേ ഓഫ് തമിഴ്നാടും എന്നും ടൂട്ടുകോറിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് തൂത്തുക്കുടിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് കായംകുളത്ത് നിന്നും ട്രെയിനിനാണ്. ട്രെയിൻ നമ്പർ 167-92 പാലരുവി എക്സ്പ്രസ്സിനാണ് ഞാനിങ്ങോട്ട് വന്നത്. സ്ലീപ്പർ ടിക്കറ്റ് തൽക്കാലം എടുത്തപ്പോൾ 410 രൂപയാണ് ആയത്. നോർമലി നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 205 രൂപയാവത്തുള്ളൂ. ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ 110 രൂപ. എല്ലാ ദിവസവും പാലക്കാട് നിന്നാണ് പാലരുവി എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 6 മണിയാവുമ്പോൾ നമ്മുടെ ടൂട്ടുകോറിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. പുനലൂർ ചെങ്കോട്ട വഴിയാണ് ഇത് യാത്ര ചെയ്യുന്നത്. കായംകുളത്ത് നിന്നും ടൂട്ടുകോറിൻ വരെ 275 കിലോമീറ്ററാണ് റെയിൽവേയുടെ ദൂരം. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ നമ്മൾ ട്രെയിൻ ഇറങ്ങി റൂമെല്ലാം എടുത്തിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം 100 മീറ്റർ മാറിയിട്ട് തന്നെയാണ് റൂമെല്ലാം എടുത്തത്. 600 രൂപയാണ് റൂമിനായത്. കഴിഞ്ഞ നമ്മുടെ 3 ദിവസത്തെ കന്യാകുമാരി ട്രിപ്പിന് നമുക്ക് ഏകദേശം 2800 രൂപയാണ് ചിലവായിട്ടുള്ളത്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് തൂത്തുക്കുടി ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയായി. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചുകൊണ്ട് ഇനി നമുക്ക് എല്ലാം ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങാം. ഇത് ടൂട്ടുകോറിൻ പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് മധുരയിലോട്ട് 160 കിലോമീറ്ററാണ് ഉള്ളത്. തിരുച്ചെന്തൂരിലോട്ട് 40 കിലോമീറ്റർ. അങ്ങനെ പലയിടത്തോട്ടും ഇവിടുന്ന് ബസ്സെല്ലാം പോകുന്നുണ്ട്. ഒരുപാട് ഗവൺമെൻറ് ബസ്സും പ്രൈവറ്റ് ബസ്സെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ ആയിട്ട് പാർക്കിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരുപാട് കടകളെല്ലാം ഉണ്ട്. ഒരുപാട് ചായക്കടയെല്ലാം ഉണ്ട്. ബേക്കറി ഐറ്റംസ്, ഫ്രൂട്ട്സിൻ്റെ കടയെല്ലാം ഉണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ എക്സിറ്റാണ് ഇത്. ഒരു ബസ്സെല്ലാം ഇറങ്ങി വരുന്നുണ്ടല്ലേ. ഇപ്പോൾ കുറച്ചിങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ടാണ് ജയരാജൻ റോഡാണ് ഇത്. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. 2 സൈഡിലായിട്ടും കച്ചവടമെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി പോയി നോക്കാം നമുക്ക്. പാണ്ട് ഇവിടെ ഒരു ചായക്കടയെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പൂരിയാണ് കഴിച്ചത്. 3 പൂരി 55 രൂപയായി. ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ. ഒരുപാട് കടകളെല്ലാം ഉണ്ട് ഇവിടെ. ഒരുപാട് വണ്ടികളെല്ലാം വന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കെട്ടാക്കി വച്ചേക്കുന്നത് വാഴയിലയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് വാഴയിലയാണ് ഇറക്കി വെച്ചേക്കുന്നത്. ഒരുപാട് വാഴക്കുലകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുന്ന് എടുത്തിട്ട് എല്ലാ കടയിലോട്ടും കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊരു പഴയ സൈക്കിളാണ് ഇതിൽ. ഇവിടെ ഈ ചാക്കിൽ നിന്നെല്ലാം വീഴുന്നതേ പെറുക്കിയെടുത്തിട്ട് വിൽക്കുന്നതാണിത് കേട്ടോ. എല്ലാം ഉണ്ട്, മിക്സഡായിട്ട് എല്ലാം പെറുക്കി വിൽക്കുന്നതാണ് ഇതെല്ലാം. ഇതെവിടെ ഉണ്ട്, പഴയെല്ലാം പെറുക്കിയിട്ട് വിൽക്കുന്നതാണിത്. ഇത് എല്ലാ ടൈപ്പിലുള്ള ഏത്തക്കൊലയും ഉണ്ട് കേട്ടോ. ഇത് ചെങ്കതളിയാണെന്ന് തോന്നുന്നു ഇതെല്ലാം. നല്ല ലേലം വിളിയെല്ലാം നടക്കുന്നുണ്ട്. എന്തോ നമ്പറെല്ലാം എഴുതുന്നുണ്ട്. എല്ലാം ലേലം വിളിച്ച് പോയതാണ് കേട്ടോ. മത്തങ്ങ എല്ലാം കൂട്ടിയിട്ടേക്കുന്നുണ്ട്. ഇത് ചെറിയ മത്തങ്ങയെല്ലാം ഇരിക്കുന്നു. തക്കാളി എല്ലാം കൂട്ടിയിട്ടേക്ക് നല്ല രസമുണ്ട് കാണാൻ. നല്ല ചുമന്ന കളറിലിരിക്കുന്നു. ഇത് കറിവേപ്പില, മല്ലിയില, എല്ലാ ഇലയുണ്ട് കേട്ടോ.
ഇത് ഓരോ സാധനങ്ങളെല്ലാം പാത്രത്തിലാക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ഒരുപാട് അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. എല്ലാവരും അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് തന്നെയാണിത്. ഇതെല്ലാം തൂക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ, 1/2 കിലോ എല്ലാം ആക്കി വെച്ചേക്കുന്നതാണ്. എല്ലാത്തിനും റേറ്റ് കുറവായിരിക്കും. 1/2 കിലോ 10 രൂപ എന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ. നിലക്കടലയാണ്. നെല്ലിക്കയിൽ നാരങ്ങെല്ലാം പാത്രത്തിലാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് നിലക്കടല ഒരു കിറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ടല്ലേ, ക്യാപ്സിക്കം. ഇത് സവാളയെല്ലാം സൈസ് അനുസരിച്ച് വെച്ചേക്കുന്നെ. വലുത്, ഒരു മീഡിയം, ചെറിയ സവാള ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങിയാലും ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഇവരമ്മ കച്ചവടം ചെയ്യുന്നതാണ്. ഓ, ഇതിന്റെ പേര് ഒടുക്കാപ്പുളി എന്നാണ് കേട്ടോ. ഇതിന്റെ പുറത്തും ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. ഈ സൈഡിലെല്ലാം ഇട്ട് കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ആയിട്ടൊരു സ്റ്റാച്ചു എല്ലാം ഉണ്ട് കേട്ടോ. ഇതിവിടെ ഉണക്കമീൻ്റെ കച്ചവടമാണ്. ഇവരമ്മ ഉണക്കമീനെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കൂട്ടി വെച്ചേക്കുക. വായിലയുടെ കച്ചവടമൊക്കെയാണ്. അപ്പോൾ തൂത്തുക്കുടിയുടെ മറ്റൊരു പ്രധാന വിഭവമാണ് മാക്രൂൺ ബിസ്ക്കറ്റുകൾ. അപ്പോൾ അതിന് ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട് ഇവിടെ, ഗണേഷ് ബേക്കറി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് കഴിച്ചു നോക്കാം. ഇത് കുറച്ചിങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ടാണ് റോഡിൻ്റെ സെൻട്രലായിട്ട് പല ഐറ്റംസ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. എല്ലാം കടൽ ജീവികളുടെ ഒരു ആർട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് രാത്രിയായിരിക്കും ഇതിൻ്റെ ഒരു ശരിക്കും ലൈറ്റ് എഫക്റ്റ് എല്ലാം വരുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള കരിക്കെല്ലാം വെച്ചേക്കുന്നുണ്ടല്ലേ. തൂത്തുക്കുടിയിലെ ഓട്ടോയുടെ ഷോറൂമാണ് ഇത്. ദുൽഖറിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ഷെയർ ഓട്ടോകളുണ്ട് കേട്ടോ. പഴയൊരു തമിഴ്നാടിൻ്റെ ഗവൺമെൻറ് ബസ് വരുന്നുണ്ടോ. അത്യാവശ്യം നല്ല തിരക്കാണെന്ന് തോന്നുന്നു, ചെരിഞ്ഞു വരുന്നു. ഇതൊരു സ്കൂളാണ്, ഹോളി ക്രോസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ബോർഡെല്ലാം വെച്ചേക്കുന്നു. ഇതേവിടെ സിനിമ പോസ്റ്ററെല്ലാം മുട്ടിച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ. ലോക്ക്ഡൗൺ. ഇത് പഴയ സിനിമ എന്തോ ആണിത്. പക്ഷെ ഇപ്പോഴും ഓടുന്നുണ്ട് കേട്ടോ. ഫുൾ AC എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഇത് വീണ്ടും ഒരു ഷെയർ ഓട്ടോ പോകുന്നുണ്ട്. ഇതൊരു പള്ളിയെല്ലാം ഉണ്ട് കേട്ടോ. 50 years എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ അവിടുന്ന് ഏകദേശം ഒരു 50 മീറ്ററേ ഉള്ളൂ ഗണേഷ് ബേക്കറിയിലോട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഗണേഷ് ബേക്കറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയിട്ട് നമുക്ക് മേടിച്ച് നോക്കാം. അത്യാവശ്യം എല്ലാ സ്വീറ്റ്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ട, ഇവിടെ ബോർഡെല്ലാം വെച്ചേക്കുന്നുണ്ട്. 1/2 കിലോ 540 രൂപയാണ് ഗണേഷ് ബേക്കറി. അപ്പോൾ ഞാനൊരു 100 ഗ്രാമിൻ്റെയാണ് മേടിച്ചത്. 108 രൂപയായി ഇതിന്. നോക്കാം, നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം. കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. ഒരു വെള്ളം മേടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. 300 ml 7 രൂപയാണ് പറഞ്ഞത്. ഇവിടെ കണ്ടോ ഉണക്കമീനെല്ലാം വെച്ചേക്കുന്നത്. സ്രാവെല്ലാം ഉണ്ട്. ഒരു പഴയ വണ്ടികളുടെ വർക്ക്ഷോപ്പാണിത്. ജീപ്പും പഴയ വണ്ടിയെല്ലാം നിൽക്കുന്നുണ്ടല്ലേ. ഇതിനകത്ത് ഒരുപാട് പഴയ കാറുകളുണ്ട് കേട്ടോ. ഒരു തിയേറ്ററാണ്, ക്ലിയോപാട്ര എന്ന് പറയുന്നത്. ഇവിടെ പഴയ പടം എന്താണ് ഓടുന്നത്.
അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്ന് വന്ന് ലേഡി ഓഫ് ബസിലിക്ക എന്ന് പറഞ്ഞ പള്ളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബസിലിക്കയാണ് ഇത്. ഏകദേശം 440 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ചർച്ചിന്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് നാവികർ കടലിലെ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും അവർ മാതാവായ മറിയത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു, രക്ഷപ്പെടുവാണെങ്കിൽ ഒരു പള്ളി പണിയുമെന്ന്. അങ്ങനെ പണിതതാണ് ഈ പള്ളി. നല്ല മനോഹരമായൊരു ആർക്കിടെക്ചറാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കൊടിമരം എല്ലാം ഉണ്ട്. 4 ഭാഗത്തും ഇതുപോലെ റോപ്പെല്ലാം വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പഴക്കമുള്ള കൊടിമരമാണ് ഇത്. മാതാവിൻ്റെ ഒരു രൂപമെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. ഓർ ലേഡി ഓഫ് സ്നോസ് ബസിലിക്ക. ഈ പള്ളിയുടെ ഓഡിറ്റോറിയത്തിലേ ഇന്ന് കല്യാണം എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബാൻഡ് സെറ്റ് പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും തീർന്നു പോയി. ഈ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് എല്ലാ ബാങ്കുകളും കാണാം കേട്ടോ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇത് കനറ ബാങ്കാണ്, ഇത് SBI, TMBയുടെ ഒരു ബാങ്കും ഉണ്ട് അവിടെ. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും ഈ റൂട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം ATM ഉണ്ട് കൂടെ തന്നെ. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:50 കേട്ടോ. എന്നാൽ ഈ ചായക്കടയിലാണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാരാണ് ചായ കുടിക്കാനെല്ലാം നിൽക്കുന്നത് ഈ ഉച്ച സമയത്ത്. ഇതൊരു പഴയ ചർച്ചാണ്, ഹോളി ട്രിനിറ്റി ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പഴയ നിർമ്മിതിയായിട്ടല്ലേ, ഒരു പഴമ തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഗോപുരമെല്ലാം കണ്ടത്. ഹോളി ട്രിനിറ്റി ചർച്ച്. ഇതേ ഷെയർ ഫോട്ടോ ആൾക്കാരെല്ലാം എടുത്ത് പോകുന്നുണ്ടല്ലേ. ഇത് ഇവിടെ ആയിട്ടൊരു ദാശ മെമ്മോറിയൽ 1911 എന്നല്ല എഴുതി വെച്ചേക്കുന്നുണ്ട് അവിടെ. ഈ ഏരിയയിലും ഉണ്ട്, ഒരു പഴമ തോന്നിക്കുന്നുണ്ട് അല്ലേ. ഒരു പഴയ ബിൽഡിംഗ് എല്ലാം കണ്ട്. ഇവിടെ ഒരു ആൽമരെല്ലാം നിൽക്കുന്നു. അതിൻ്റെ അടുത്തായിട്ടൊരു അമ്പലമെല്ലാം ഉണ്ട്. ഈ അമ്പലത്തിൽ ഒരുപാട് കൊത്തുപണികളെല്ലാം ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. തൂത്തുക്കുടി പോലീസ് സ്റ്റേഷനാണ് ഇത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു പള്ളിയാണ് ഇത്. സീക്രട്ട് ഹാർട്ട് കാത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു പള്ളിയാണ്. ഇതും പഴയൊരു നിർമ്മിതിയാണ്. നമുക്കിതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇത് ഈ ഭാഗത്തായിട്ടൊരു രൂപക്കൂടെല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പോസ്റ്റ് ഓഫീസെല്ലാം ഉണ്ട്. ഒരുപാട് പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് സീക്രട്ട് ഹാർട്ട്സ് ഓഫ് കത്തീഡ്രൽ എന്നാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിന് ഉള്ളത്. ഈ പള്ളിയുടെ സ്റ്റേജെല്ലാം കാണാം ഇവിടെ. ഇവിടെ രൂപക്കൂടെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇതാണ് കേട്ടോ ഈ പള്ളിയുടെ ആർച്ച്. എല്ലാ പള്ളിക്കും ഇതുപോലെ ഓരോ ചിഹ്നങ്ങളുണ്ട്. അതിനടുത്ത് തന്നെ കൊടിമരം എല്ലാം ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ടാണ് ഒരു രൂപക്കൂടെല്ലാം ഉണ്ട് കേട്ടോ. തൂത്തുക്കുടിയിലെ തീരദേശ ഇടവക ശൃംഖലയിലുടനീളമുള്ള മതജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഈ ചർച്ച് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. യേശുവിൻ്റെയും മറിയയുടെയും തിരുഹൃദയങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ചർച്ച്. ഇവിടെ ഈ ആർച്ചിൻ്റെ ഫ്രണ്ടിൽ പ്രാർത്ഥനാ സമയമെല്ലാം എഴുതിയിട്ടുണ്ട്. തമിഴിലാണ് എഴുതി വച്ചേക്കുന്നത്. ഒരു ബിഷപ്പിൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ല ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമാണ്. 2 ഹാർട്ടിലോട്ടൊരു കത്തിയെല്ലാം കുത്തിയിരിക്കുന്നൊരു ചിഹ്നമുണ്ട്. അപ്പോൾ ഇതാണ് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഈ പള്ളി ഉള്ളത്. ഇതേപോലെ ചെറിയൊരു കടയുണ്ട്, കോസ്റ്റൽ ഫുഡ് എന്നല്ല എഴുതി വെച്ചേക്കുന്നത്. ഉണക്കമീനാണ് ഇതെല്ലാം. ഈ ഭാഗത്തൊരു തിയേറ്റർ ഉണ്ട്.
ശ്രീ ബാലകൃഷ്ണ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഗോപുരം എല്ലാം കാണാം കേട്ടോ. ശ്രീ ശങ്കര രാമേശ്വര ടെമ്പിളിൻ്റെ ഗോപുരമാണ് ഇതെല്ലാം. അപ്പം നടന്ന് ശ്രീ വെങ്കടേശ്വര കോവിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ ഇത്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ അമ്പലത്തോട്ട് പൂജാ സാമഗ്രികളെല്ലാം വിൽക്കുന്നൊരു കടയാണിത്. പൂജയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇത് കളർ പൊടിയെല്ലാം ഇരിക്കുന്നുണ്ട്. ഈ പച്ച ബാഗിന് 60 രൂപയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഈ അമ്പലത്തിൻ്റെ തെപ്പക്കുളത്തിലോട്ട് പോകുന്ന സ്ട്രീറ്റാണിത്. തെപ്പക്കുളം എന്ന് പറഞ്ഞ അമ്പലക്കുളമാണ്. അമ്പലക്കുളത്തോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഇതാണ് കേട്ടോ തെപ്പക്കുളം. ഈ കുളത്തിൻ്റെ നടുവിലായിട്ടൊരു ഗോപുരം എല്ലാം ഉണ്ട്. ഈ പുല്ലും ചെടിയെല്ലാം മുളച്ചിരിക്കുന്നുണ്ട്. കുളത്തിലധികം വെള്ളമൊന്നുമില്ല, പക്ഷെ ഒരുപാട് വലിയ മീനുകളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല വലുപ്പമുണ്ട് എല്ലാ മീനും, ഇഷ്ടം പോലെ ഉണ്ട്. വെള്ള കളറിലും ഉണ്ട് കുറേ എണ്ണം. പക്ഷേ ഇത് കണ്ടോ, ഒരുമാതിരി വൃത്തികേടെല്ലാക്കി വെച്ചേക്കുന്നു. വേസ്റ്റ് എല്ലാം ഇട്ട് കൊമ്പും ചില്ലെല്ലാം ചാടി കിടക്കുന്നുണ്ട്. ഇവിടെ മീനെല്ലാം ചത്ത് പൊങ്ങി കിടക്കുന്നു. കാരണം വെള്ളം തീരെ കുറവാണ്, കണ്ടില്ലേ. പഴയ വലയെല്ലാം ഇട്ടേക്കുന്നത്. ആരോ മീൻ പിടിക്കാനിട്ടിട്ടേ കൊണ്ടുപോകാതെ ഇട്ടതാ കേട്ടോ. ഈ കുളത്തിലോട്ട് വെള്ളമെല്ലാം ചാടുന്നുണ്ട്, പക്ഷേ വെള്ളം കുറവാണ് വളരെ. ഈ സൈഡിലെന്താ വർക്കെല്ലാം നടക്കുന്നുണ്ട്. ഈ കുളത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ എവിടെയോ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ടാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നൊരു കടയാണെന്ന് തോന്നുന്നു. കടയല്ല, ഒരു മെഷീനെല്ലാം ഇട്ട് ഒരു കുടയെല്ലാം വെച്ച് അതിൻ്റെ അടിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 1 മണിയാഴേ. നമുക്കിനി വല്ലതും കഴിച്ചിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ നോർമൽ വെജിറ്റേറിയൻ മീൽസാണ് കഴിക്കുന്നത്. 130 രൂപ റേറ്റ്. നേരത്തെ തന്നെ ടോക്കണെല്ലാം എടുക്കണം. ഇനി പായസമെല്ലാം ഉണ്ട് കൂടെ. ഇനി കഴിക്കാം. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നല്ല ഊണായിരുന്നു കേട്ടോ. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എല്ലാം എടുത്തിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഫ്ലൈ ഓവർ കാണാം. ഇതിൻ്റെ താഴെയായിട്ടൊരു കനാലുണ്ട്. ഇതിൻ്റെ പേര് ബക്കിൾ കനാൽ എന്നാണ് കേട്ടോ. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നഗരത്തിലെ മഴവെള്ളം കടലിലോട്ട് കൊണ്ടുപോകാനും നഗരത്തിലെ വെള്ളപ്പൊക്കമെല്ലാം തടയാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഈ കനാൽ. ഏകദേശം 6 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇതൊന്നും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡ്രെയിനേജായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്ന് ടൂട്ടി മേലൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് തൂട്ടുകൂറിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനി വേളാങ്കണ്ണി പള്ളിയിലോട്ട് പോകാനാണ് കരുതുന്നത്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ന്യൂ ബസ് സ്റ്റാൻഡ് ടൂട്ടി മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓൾഡ് ബസ് സ്റ്റാൻഡ് ടൂട്ടിക്കോറിൽ തന്നെയാണ് ഉള്ളത്. ടൂട്ടിക്കോറി ന്യൂ ബസ് സ്റ്റാൻഡ് ഇതായിരുന്നു, പക്ഷേ നമ്മൾ രാവിലെ പറഞ്ഞത് അത് ഓൾഡ് ബസ് സ്റ്റാൻഡായിരുന്നു. പക്ഷേ ബിൽഡിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഓൾഡ് ബസ് സ്റ്റാൻഡ് എന്ന് തോന്നുന്നു നമുക്ക്. മറ്റേ നല്ല വലുതായിരുന്നു ബസ് സ്റ്റാൻഡ്. ഇത് ന്യൂ ബസ് സ്റ്റാൻഡും അത് ഓൾഡ് ബസ് സ്റ്റാൻഡുമാണ് അന്നേരം. ഇവിടെയും അത്യാവശ്യം ബസ്സുകളെല്ലാം വന്ന് കയറുന്നുണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ടൂട്ടിക്കോറിൻ്റെ ഒരു മാപ്പെല്ലാം വെച്ചിട്ടൊരു ബോർഡ് ഇരിക്കുന്നുണ്ട്. ഇത് ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പോകുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഓൾഡ് ബസ് സ്റ്റാൻഡ് 2.5 കിലോമീറ്ററാണ്. രാജാജി പാർക്ക് 2.20, റെയിൽവേ സ്റ്റേഷൻ 2.67. അങ്ങനെ എല്ലാ സ്ഥലത്തോട്ടുള്ള കിലോമീറ്ററെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ഇറങ്ങി വരുന്നിടത്തുള്ള ആർച്ചാണിത്. ഈ പോകുന്ന വഴിയിലൊരു ചർച്ചുണ്ട്, മിക്കായൽസ് ചർച്ച്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അത്യാവശ്യം നല്ല ഉയരമുണ്ട്.
ഈ ചർച്ചിൻ്റെ ബാക്ക് വശമാണ് ഇത്. ഇതിങ്ങോട്ട് നീളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പുറത്തോട്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും കാണത്തില്ല. നല്ല നീളമുണ്ടോ അകത്തോട്ട്. അങ്ങനെ ഞാൻ കുറച്ചധികം നേരം നടന്ന് വേളാങ്കണ്ണി ചർച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. നല്ല ഭംഗിയുള്ള ഈ പള്ളി ഓർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്തിന് സമർപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. നോക്കി അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന്. 3 ഗോപുരങ്ങളായിട്ട് കാണാം നമുക്കിവിടെ. ഈ 3 ഗോപുരത്തിലും 3 വ്യത്യസ്തമായിട്ടുള്ള കുരിശുകളാണ് കേട്ടോ വെച്ചേക്കുന്നത്. പേരെല്ലാം എഴുതി വെച്ചേക്കുന്നുണ്ട്, തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞൊരു സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു രൂപക്കൂടെല്ലാം ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ മെഴുകുതിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റാൻഡ് കാണാം നമുക്ക്. വേളാങ്കണ്ണി പള്ളിയുടെ അതേ പദവി തന്നെ കിട്ടിയത് കൊണ്ടാണ് ഈ പള്ളിയെയും വേളാങ്കണ്ണി പള്ളി എന്നറിയപ്പെടുന്നത്. ശരിക്കും വേളാങ്കണ്ണി പള്ളി ഇതല്ല. വേളാങ്കണ്ണി ചർച്ചിൽ നിന്ന് ഇറങ്ങി ഇനി സ്റ്റേറ്റ് ബാങ്ക് കോളനി പാർക്കിലൂടെ ഈ റോട്ടിലൂടെ അങ്ങ് നടക്കാം കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്ക് കോളനി സ്ട്രീറ്റിലൊരു പാർക്കുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് കോളനി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു ചിൽഡ്രൻസ് പാർക്കാണ്, പക്ഷെ ഒരുപാട് ആൾക്കാർ ഇതിൽ നടക്കുന്നെല്ലാം ഉണ്ട്. കൊള്ളാം. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള പാർക്കാണ് കേട്ടോ. നല്ല പോലെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, സ്ലൈഡ് ചെയ്യുന്നതിലായിരിക്കുന്നു. ആൾക്കാരെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ചുറ്റും. ഈ ഊഞ്ഞാലിൻ്റെ സെറ്റിംഗ് ഒന്ന് നോക്കി നിങ്ങൾ. 2 ടയർ വെച്ചേക്കുന്നത്, അതിൻ്റെ നടുക്കുണ്ടോ സ്റ്റീൽ പാത്രമാണ് ആണി അടിച്ച് വെച്ചേക്കുന്നത്. ഇപ്പുറത്തും അതുപോലെ തന്നെ. ഈ പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഈ സ്റ്റേറ്റ് ബാങ്ക് കോളനിയിൽ ഒരു ഹമ്മ ഹോട്ടലാണ്. കണ്ടോ, ഇഡലി 1 രൂപ, തൈര് ചോറ് 3 രൂപ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ തൂത്തുക്കുടിയുടെ മറ്റൊരു വിഭവമാണ് ഫ്രൈഡ് പൊറോട്ട. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട്, ആണ്ടവർ നൈറ്റ് ക്ലബ്ബ് എന്നും പറഞ്ഞുകൊണ്ട്. ഈ നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ രാത്രി കടകൾക്കെല്ലാം ഇവിടെ നൈറ്റ് ക്ലബ്ബ് എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫുഡൊന്ന് ട്രൈ ചെയ്യാം. ഇനി ഇങ്ങനെ നടന്നു വന്ന് നമ്മൾ ആണ്ടവർ നൈറ്റ് ക്ലബ്ബ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കട. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാം ഇനി എന്തെങ്കിലും. അപ്പോൾ നമ്മൾ 3 ഫ്രൈഡ് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് തന്നത്. 45 രൂപയായി. അങ്ങനെ നമ്മൾ നടന്ന് വീണ്ടും ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടത് നിങ്ങൾ, എല്ലാം തമിഴല്ലേ എഴുതി വെച്ചേക്കുന്നത്. എല്ലാം നമുക്ക് മലയാളത്തിലായിട്ട് കാണാം. അങ്ങനെയാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ബസ്സിന് കയറിയിട്ട് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ പോവാം. അപ്പോൾ നമ്മൾ ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ട് ടിക്കറ്റ് എടുത്ത് 10 രൂപയാണ് ടിക്കറ്റ്. ടൂട്ടി മേലൂർ എന്നൊരു ട്രെയിന് പാസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ബസ്സെല്ലാം അവിടെ പിടിച്ചിട്ടേക്കും. ഈ ട്രെയിൻ പോയിട്ട് നമ്മൾ ഈ ബസ് എടുക്കത്തുള്ളൂ. ഇത് മൈസൂർ പോകുന്ന ട്രെയിനാണ് കേട്ടോ. അങ്ങനെ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങി. അപ്പോൾ ഇതാണ് തൂത്തുക്കുടി സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ. അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ആണ് ഇത്. തൂത്തുക്കുടി നഗരസഭയുടെ കാർ പാർക്കിംഗ് ഏരിയ ആണ് ഇത്. ഇതേവിടെ അവൈലബിൾ സ്പേസ് എന്നും പറഞ്ഞുകൊണ്ട് കാറ് 5, ബൈക്ക് 86. അത്രയും ബൈക്കിന് ഇനി കയറാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്ന് നഗരസഭയുടെ പാർക്കിലെത്തി കേട്ടോ. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ നടക്കാം. വർക്കെല്ലാം നടക്കുകയാണ് കേട്ടോ.
എല്ലായിടത്തും നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഈ പാർക്കിൻ്റെ അടുത്ത് തന്നെ 2 വാട്ടർ ടാങ്ക് എല്ലാം കാണാം. ഇവിടെ ഈ കടയിൽ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഒരു ചിക്കൻ ഫ്രൈ മേടിക്കാം. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് മട്ടൻ സൂപ്പ് മേടിച്ചിട്ടുണ്ട്. ഒരു മട്ടൻ സൂപ്പും 100 ഗ്രാം ചിക്കൻ ഫ്രൈ മേടിച്ചു കേട്ടോ. 80 രൂപയുള്ളേ. ഇപ്പോൾ തൂത്തുക്കുടി ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലെ രാത്രിയിലെ കാഴ്ചയാണ് ഇതെല്ലാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഉണ്ട് റൂമിലോട്ട് നടന്നിട്ട് പോവാം. അപ്പോൾ തൂത്തുക്കുടിയിലെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളെല്ലാം ഇവിടെ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.